ഇപ്പോൾ അരുൺ പൂപ്പറമ്പ് കൂടി കണ്ണൂരിൽ ചെയ്യുന്നു. അരുൺ, കണ്ണൂർ സെൻട്രൽ ജയിലിലാണ് ഈ പറയുന്ന ഷെറിൻ എന്ന് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ പരോളിലാണ്. ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? ഇനി എന്തൊക്കെയായിരിക്കും മോചന നടപടികൾ? ഉത്തരവിറക്കി കഴിഞ്ഞാൽ വീണ്ടും ജയിലെത്തിന് ശേഷം ആയിരിക്കില്ല റിലീസ് ഉണ്ടാവുക? സുഹൈൽ, ഇതിൽ സർക്കാരിൻ്റെ ഉത്തരവ് ഉടൻ തന്നെ പുറത്തിറങ്ങുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനുശേഷം ഈ റിലീസിംഗ് ഓർഡർ ജയിലിലെത്തണം. നിലവിൽ ഇപ്പോൾ സുഹൈൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഷെറിൻ ഇപ്പോൾ പരോളിലാണ്. 15 ദിവസത്തെ പരോളിലാണുള്ളത്. ഈ മാസം 7-ാം തീയതിയാണ് പരോൾ ആരംഭിച്ചത്. അതിനുശേഷം 15 ദിവസത്തെ പരോളിലാണ് ഷെറിൻ ഉള്ളത്. ഈ 15 ദിവസത്തെ പരോളിൽ പോയ ഷെറിനെ ഈ റിലീസിംഗ് ഓർഡർ ലഭിച്ചാൽ മാത്രമേ ജയിൽ അധികൃതർക്ക് തിരിച്ചു വിളിക്കാൻ സാധിക്കുകയുള്ളൂ. തിരിച്ചു വിളിച്ചതിന് ശേഷം ആ ജയിലിലെ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കണം. അതിനുശേഷമായിരിക്കും ആ റിലീസിംഗ് ഉണ്ടാവുക എന്നതാണ് നമുക്ക് കണ്ണൂർ വനിതാ ജയിലിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ഇപ്പോൾ സുഹൈൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ പരോൾ നൽകുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ നേരത്തെയും നിരവധി വിവാദങ്ങൾ ഉണ്ടായിരുന്നു. ഈ മന്ത്രിസഭാ തീരുമാനം പുറത്തു വന്നതിന് പിന്നാലെ ഗവർണർക്ക് ഇത് ശുപാർശയായി നൽകി. അതിന് തൊട്ടു പിന്നാലെയാണ് കണ്ണൂർ വനിതാ ജയിലിൽ ഒരു സഹതടവുകാരിയെ ഷെറിൻ മർദ്ദിച്ചു, കയ്യേറ്റം ചെയ്തതുമായി ബന്ധപ്പെട്ട് ഒരു കേസ് രജിസ്റ്റർ ചെയ്തത്. അതോടൊപ്പം തന്നെ ജയിൽ ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തി എന്നൊരു കേസും കണ്ണൂരിൽ അത്തരത്തിലുള്ള പരാതിയും ഉയർന്നു വന്നിരുന്നു. അതിനുശേഷം വീണ്ടും ഷെറിൻ പരോളിലാണ് എന്ന വിവരം പുറത്തു വരികയും ചെയ്യുന്നുണ്ട്. അങ്ങനെ പ്രത്യേക പരിഗണന കണ്ണൂർ ജയിലിൽ ഉൾപ്പെടെ ഈ ഷെറിന് ലഭിച്ചു എന്ന പരാതികൾ നിരന്തരമായി ഉയർന്നു വന്നിരുന്നു. അതിനൊടുവിലാണ് ഇപ്പോൾ ഈ മോചന ഉത്തരവ് കൂടി പുറത്തു വരുന്ന ഘട്ടത്തിൽ ഷെറിൻ പരോളിലാണെന്നുള്ള വിവരം ലഭിക്കുന്നത്. എന്തായാലും അത് നിയമപരമായി ഷെറിൻ അവകാശപ്പെട്ട പരോളാണ് എന്നതാണ് വനിതാ ജയിൽ അധികൃതർ ഇതുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കുന്നത്. എന്തായാലും ഉടൻ തന്നെ സർക്കാർ ഉത്തരവ് പുറത്തുവരും. റിലീസിംഗ് ഓർഡർ കണ്ണൂർ വനിതാ ജയിലിൽ എത്തിക്കഴിഞ്ഞാൽ ഷെറിനെ ഈ പരോളിനിടയിൽ തന്നെ തിരിച്ചു വിളിക്കും. അതിനുശേഷമായിരിക്കും ജയിലിലെ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് റിലീസിംഗ് ഉണ്ടാവുക. എന്തായാലും ഷെറിൻ പ്രിവിലേജിന്റെ തടവുകാരിയാണെന്ന കാര്യത്തിൽ സംശയമില്ല. 14 വർഷത്തെ ഈ ജീവപര്യന്തം ശിക്ഷാ കാലയളവിനിടെ 400-ലധികം ദിവസം പുറത്തിറങ്ങിയ ആളാണ്. ഇപ്പോൾ ഇതാ മോചനത്തിന് ഉത്തരവിടുമ്പോഴും ഷെറിൻ പുറത്തു തന്നെയാണ്, പരോളിലാണ്. എന്തായാലും നടപടിക്രമങ്ങൾ പാലിച്ചോ എന്ന് ചോദിച്ചാൽ പാലിച്ചിട്ടുണ്ട്. ഷെറിനേക്കാൾ ഈ മോചനം അർഹിക്കുന്നവരും അവകാശപ്പെട്ടവരും ഇല്ലേ എന്ന ചോദ്യത്തിന് ഉണ്ട് എന്ന ഉത്തരം തന്നെ പറയേണ്ടിയും വരും.